ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് പരിചയപ്പെടാം. 555 ടെക്നിക് അല്ലെങ്കിൽ 55x5 ടെക്നിക്, 555 മെത്തേഡ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. 5 വന്നിട്ടുള്ള ഒരു നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് തന്നെ ചേഞ്ച് എന്നുള്ളതാണ്, പ്രോഗ്രസിനെ, അതുപോലെ നമ്മുടെ ഒരു പേഴ്സണൽ ഫ്രീഡം, ചേഞ്ച്, ഒരു മാറ്റം, ഇതിനൊക്കെയാണ് 5 എന്നുള്ളൊരു നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 55 തവണ നിങ്ങളുടെ ഒരു ആഗ്രഹം എഴുതുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായ 5 ദിവസങ്ങൾ അതേ ആഗ്രഹം തന്നെ നമ്മൾ എഴുതുന്നു. ശേഷം ലെറ്റ് ഗോ ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് ഈ ഒരു മെത്തേഡ്. ഇതെല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാണുന്നതാണ് ഈ ഒരു 555 മെത്തേഡ് ഒക്കെ. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളത്, അല്ലെങ്കിൽ അതൊരു ധാരണ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്, എപ്പോഴൊക്കെയാണ് ഇത് എഴുതേണ്ടത്, ഇത് എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ ഒരു മെത്തേഡ് ചെയ്തിട്ടും കുറെ പേർക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ തന്നെ അതിന്റെ അനുഭവസ്ഥയാണ്. 55x5 മെത്തേഡ് ചെയ്തതിനൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളോട് ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പോ ഇതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഏറ്റവും ഉടനെ നടക്കേണ്ടതായ ഒരു ആഗ്രഹത്തെയാണ് ഒരു സമയം തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഗോൾ ലിസ്റ്റിൽ എഴുതി വെക്കുമ്പോൾ കുറേ ആഗ്രഹങ്ങൾ നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും അല്ലെ. 2025 ഗോൾ ലിസ്റ്റില് 2025 വർഷത്തിൽ നടക്കേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് മുഴുവനും നമുക്ക് ഈ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഒരേ സമയം. പക്ഷെ അഫർമേഷൻ എഴുതുമ്പോൾ നമുക്ക് ഈ ആഗ്രഹങ്ങൾ എത്ര വേണമെങ്കിലും നമുക്ക് അഫർമേഷൻ ബുക്കിൽ എഴുതാം. ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഇതേക്കുറിച്ച്, എത്ര തവണ എഴുതണം മിനിമം എന്നുള്ള കാര്യങ്ങളൊക്കെ. അഫർമേഷൻ ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് എനിക്ക് ആധികാരികമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയല്ല, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തു വരുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോ ഗോൾ ലിസ്റ്റില് ഞാൻ കുറേ ആഗ്രഹങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്നും ഞാനത് അഫർമേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ദിവസവും അതിൽ നിന്ന്, ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കുറച്ച് മാസങ്ങളിലേക്കായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഞാൻ പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കും. അതായത് എനിക്ക് ഏറ്റവും ആദ്യം നേടിയെടുക്കേണ്ടതായ എന്റെ കുറച്ച് ലക്ഷ്യങ്ങളെ ഞാൻ ചൂസ് ചെയ്തിട്ട് അതാണ് ഞാൻ അഫർമേഷൻ ബുക്കിലേക്ക് എഴുതുക. ഇനി ആഗ്രഹങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ ഞാൻ അഫർമേഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ കോൺഫിഡന്റ് ആണ്, നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ആവർത്തിച്ച് പോസിറ്റീവ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ആഗ്രഹങ്ങളായിട്ടല്ലല്ലോ, അതും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതും അഫർമേഷൻ ലിസ്റ്റിൽ വരും. അതൊക്കെ പോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഒരു കാര്യം എഴുതേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ ഗോൾ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഉടനെ നടക്കേണ്ടതായിട്ടുള്ള ഒരേ ഒരു ആഗ്രഹത്തെ ഇപ്പോൾ ചൂസ് ചെയ്യുക. ഉദാഹരണത്തിന് എന്തുവാകാം, ഒരു ജോലി എന്നുള്ളതാകാം, അല്ലെങ്കിൽ വിവാഹം, നല്ലൊരു ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു വിവാഹബന്ധമായിരിക്കാം. ഇനി അതല്ല എങ്കിൽ പണമായിരിക്കാം. ഓക്കെ, അതായത് ജോലി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരുമാനവും വരുമല്ലോ. ആരോഗ്യമായിരിക്കാം. അപ്പൊ എന്താണോ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് ആ ഒരൊറ്റ കാര്യം. ഓക്കെ, ഒരുപാടുള്ളതിൽ നിന്ന് ഏറ്റവും ആദ്യം നടക്കേണ്ട ഒരേ ഒരു കാര്യത്തെ, ഒരേ ഒരു ആഗ്രഹത്തെ ചൂസ് ചെയ്യുക. ശേഷം അതിനെ ഒരൊറ്റ സെന്റൻസ് ആക്കി, ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഒന്ന്, ആഗ്രഹം നിങ്ങൾ തെരഞ്ഞെടുത്തു. രണ്ടെന്താ ചെയ്യേണ്ടത്, അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റണം. ഈ സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പറയണം. അതായത് ഇപ്പോ എനിക്കൊരു ജോലി ലഭിക്കണം എന്നുള്ളതാണ് എങ്കിൽ അതിനകത്ത് നമുക്ക് പറയാം, ഇംഗ്ലീഷിലോ എഴുതാം, മലയാളത്തിലോ എഴുതാം.
നമ്മൾക്ക് ഏറ്റവും നല്ലത് മാതൃഭാഷയിൽ, നമ്മുടെ മാതൃഭാഷ എന്താണോ അതിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇതുപോലെ എഴുതുമ്പോൾ ഇതെങ്ങനെയാ ഫലിക്കുന്നതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിൽ നമ്മുടെ മാതൃഭാഷയിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മളുടെ അറ്റൻഷൻ മുഴുവനും ആ എഴുതുന്ന കാര്യത്തിലേക്ക് വരും. അതായത് നമ്മുടെ ശ്രദ്ധ മുഴുവനും ഏതിലേക്ക് വരും? നമ്മൾ ആ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിലേക്ക് വരും. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകൾ പോലും അതിനായിട്ട് പ്രിപ്പയർഡ് ആകും എന്നാണ് പറയുന്നത്. സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള മെത്തേഡാണ്. കാരണം മനസ്സ് ഒരേ ഒരു കാര്യത്തിലേക്ക് നിരന്തരമായി അത് തന്നെ ആവർത്തിച്ചു വരുമ്പോഴേക്കും മനസ്സിൽ അത് റീപ്രോഗ്രാമിംഗ് ചെയ്യപ്പെടും. അങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്താ ചെയ്യുക? നമ്മുടെ മനസ്സും ശരീരവും അത് ഏറ്റെടുക്കാൻ തുടങ്ങും. ശരീരത്തിലെ ഓരോ കോശങ്ങൾ പോലും പിന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും, നമ്മൾ പോലും അറിയാതെ. അപ്പൊ ആ ഒരു എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക നമ്മുടെ ശരീരത്തില്. ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? ആ എനർജിക്ക് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ഇതാണ് ആക്ച്വലി ഈ ഒരു മെത്തേഡിൽ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന്റെ എല്ലാ ടെക്നിക്കുകളിലും സംഭവിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ എല്ലാത്തിലും ഞാൻ പറഞ്ഞല്ലോ വിശ്വാസം, അതും ഉറച്ച വിശ്വാസം. ഓക്കെ, അപ്പോ നിങ്ങൾ ആഗ്രഹം ചൂസ് ചെയ്തു, അതിനെ നമുക്കിനി സ്റ്റേറ്റ്മെന്റ് ആക്കാം. ഒരു ജോലി ലഭിക്കണം എന്നുള്ളതാണെങ്കിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഏത് ജോലിയാണോ ജോലി സ്പെസിഫൈ ചെയ്യണം. അത് ലഭിച്ചതിന് നന്ദി. 55 തവണ എഴുതേണ്ടത് കൊണ്ട് പാരഗ്രാഫുകളും 2 or 3 സെന്റൻസുകളും ഒഴിവാക്കി കറക്റ്റ് ഒറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് എത്ര ഷോർട്ട് ചെയ്യാൻ പറ്റുമോ, എത്ര ചെറുതാക്കി നിങ്ങൾക്ക് അതിനെ പറയാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ആ ചെറിയ സെന്റൻസിൽ എല്ലാം ഉൾപ്പെടുകയും വേണം. ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ അത് മാറണം എന്നുള്ളതാണെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതി ആയിരിക്കുന്നു, നന്ദി. ഓക്കെ, അത് 55 തവണ എഴുതുക. അല്ലെങ്കിൽ എനിക്ക് ഇന്ന കമ്പനിയിൽ, ആ കമ്പനിയുടെ പേര് സ്പെസിഫൈ ചെയ്യുക, അതിൽ ജോലി ലഭിച്ചതിന് നന്ദി. അല്ലെങ്കിൽ എനിക്കിപ്പോ 1 lakh rupees സാലറി എല്ലാ മാസവും കിട്ടണം എന്നുള്ളതാണെങ്കിൽ എല്ലാ മാസവും 1 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന ജോലി കിട്ടിയതിന് നന്ദി. ഇങ്ങനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുക. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള വിവാഹ ജീവിതമാണ് എങ്കിൽ ആ വ്യക്തിയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടന്നതിന് നന്ദി. ഓക്കെ, ഈ രീതിയിൽ വേണം. അതുപോലെ വേറൊരാളുമായിട്ടുള്ള പിണക്കം മാറാൻ എന്ന് പറയാം. പിണക്കം എന്നുള്ളത് സൂചിപ്പിക്കരുത് കേട്ടോ. അപ്പോ ആ വ്യക്തിയുമായിട്ടുള്ള നല്ല ബന്ധത്തിന് നന്ദി. ഓക്കെ, ഇതുപോലുള്ള കാര്യങ്ങൾ, നല്ല കുടുംബ ബന്ധത്തിന് നന്ദി, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ 5 ദിവസവും തുടർച്ചയായിട്ട് ഇത് ചെയ്യണം. ഇനി ഇത് എഴുതുമ്പോ ഒരു 10 തവണ എഴുതി, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും വിളിച്ചു, അതിനായിട്ട് പോകേണ്ടി വന്നു, പിന്നെ വന്ന് ബാക്കി ഒരു 15 തവണ എഴുതിയപ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് അടുക്കളയിൽ പോകേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡോ കുട്ടികളോ വന്നിട്ട് ഫുഡ് തരാനായിട്ട്, അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് പോയി, പിന്നെ വന്നിട്ട് ബാക്കി, അങ്ങനെ ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക്. കാരണം ഒരേ കാര്യത്തിലേക്ക് അറ്റൻഷൻ ആണ് ഇവിടുത്തെ മെയിൻ. 555 മെത്തേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 333 മെത്തേഡ് പോലുള്ളവ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്, അറ്റൻഷൻ കൊടുക്കണം, അതിലേക്ക് തന്നെ ഫോക്കസ് കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇതിനായിട്ട് ഏറ്റവും പറ്റിയ സമയം രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ. ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾക്ക് ഇത് എഴുതാൻ വേണ്ട ഏകദേശം സമയം ഒരു 55 തവണ എഴുതുക എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും ഒരു അരമണിക്കൂറൊക്കെ സമയം അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും അല്ലെ. അരമണിക്കൂർ, ചിലർക്ക് 3/4 മണിക്കൂറൊക്കെ വേണ്ടി വരും. ഇത്രയും സമയം നിങ്ങളെ ആരും ആ ടൈം ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്ത സമയത്തായിരിക്കണം. മൊബൈൽ ഫോൺ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് മോഡ് ഇട്ട് വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ ടൈമിലൊക്കെ കോള് വരുമ്പോൾ പിന്നെ നമുക്ക് അതൊരു ഡിസ്റ്റർബ്ഡ് ആയി മാറും. അപ്പൊ നിങ്ങൾക്ക് ഫ്ലൈറ്റ് മോഡ് ഒക്കെ ഇട്ട് വെച്ച് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇരുന്ന് എഴുതാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള സമയം. ഇനി രാവിലെ രാത്രി തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് എഴുതാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം, സമയത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി എഴുതേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ തെറ്റ് നമ്മൾ വരുത്താൻ പാടില്ല. അതായത് ഇതിന്റെ റിസൾട്ട് ലഭിക്കാതെ പോകുന്നതിന്റെ ഒരു കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ഇല്ലായ്മ. അതായത് തുടർച്ചയായിട്ട് ഇത് ചെയ്യാതിരിക്കുക. ഇപ്പൊ ഇന്ന് ഒരു ദിവസം 55 തവണ എഴുതി, നാളെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും, നാളെ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ, മനുഷ്യനല്ലേ, നമുക്ക് എന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളോ എമർജൻസീസ് വന്ന് അത് വിട്ടുപോയി. 3-ാമത്തെ ദിവസം
നമ്മൾ വീണ്ടും വന്ന് 55 തവണ എഴുതും. 4ാമത്തെ ദിവസം ചിലപ്പോൾ വിട്ടുപോകും, പിന്നെ അടുത്ത ദിവസമായിരിക്കും. അങ്ങനെ 5 ദിവസം എന്നുള്ളതല്ല, തുടർച്ചയായ 5 ദിവസം എന്നുള്ളതാണ്. ഒരു തിങ്കളാഴ്ച തുടങ്ങിയാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, വെള്ളിയാഴ്ച അത് സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ. പിന്നെ ചിലർ ചോദിക്കാറുണ്ട് ഈ 5:55 AM അല്ലെങ്കിൽ 5:55 PM, കാരണം 555 ആണല്ലോ, അപ്പൊ അങ്ങനെ ഫോളോ ചെയ്യണോ എന്നുള്ളത്. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് അങ്ങനെ കറക്റ്റ് സമയമല്ല, സമയത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ മനസ്സ് അതിലേക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന സമയം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ, പിന്നെ നമ്മൾക്ക് നേടിയെടുക്കേണ്ട ആഗ്രഹത്തിന്റെ തീവ്രത, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന വിശ്വാസം, ഇതെല്ലാമാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്, സമയത്തെക്കാൾ ഉപരി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ടൈം നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പൊ ഈ രീതിയിൽ ചെയ്യുക. അപ്പം മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഇതാണ്, തുടർച്ചയായിട്ട് ചെയ്യണം. ഇനി ഇന്ന് ചെയ്തു നാളെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ 3ാമത്തെ ദിവസം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ 3ാമത്തെ ദിവസത്തെ 1ാമത്തെ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യണം. അന്ന് തുടങ്ങി വീണ്ടും 5 ദിവസം തുടർച്ചയായിട്ട് എഴുതണം, എങ്കിലാണ് അതിന് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് നെഗറ്റീവ് വാക്കുകൾ വരരുത്. ഇംഗ്ലീഷിൽ എഴുതണം, മലയാളത്തിൽ എഴുതണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിന് ഏതാണോ പെട്ടെന്ന് എന്താ പറയാ, നമ്മളൊരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയില്ലേ, നമുക്ക് എന്താണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിന്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതൃഭാഷയായിരിക്കും എപ്പോഴും നമ്മളെ സ്വാധീനിക്കാൻ നല്ല ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എഴുതാം. ഇനി അതല്ലാത്തവർക്ക് ഇംഗ്ലീഷിൽ എഴുതാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിനത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഇടയ്ക്ക് കോൾ ചെയ്യാനായിട്ട് 1-2 കോളുകളൊക്കെ എനിക്ക് വന്നു കഴിഞ്ഞപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഒന്നാമത്തെ സമയത്തിന്റെ ഒരു പരിധി തന്നെയാണ് കേട്ടോ, വലിയൊരു പ്രശ്നമാണ് സമയത്തിന്റെ. ജോലിക്കും കൂടെ പോകുന്നത് കൊണ്ട്, കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ തിരക്കുകള് കാര്യങ്ങള്, പിന്നെ വന്നു കഴിഞ്ഞിട്ട് കുട്ടികളുടെ പഠിത്തം കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള്, അപ്പൊ എല്ലാം, പിന്നെ അതിനിടയിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസുകളെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടുള്ളൊരു സമയത്തിന്റെ പ്രശ്നമാണ് കേട്ടോ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതിൽ ക്ഷമിക്കണേ. പക്ഷെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നതിന് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോളൂ. ഞാൻ എന്റെ ഫ്രീ ടൈം നോക്കിയിട്ട് ഞാനത് തീർച്ചയായിട്ടും അതിനെല്ലാം റിപ്ലൈ തരാം കേട്ടോ. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, മറ്റുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കൂ കേട്ടോ. താങ്ക് യു.